കോട്ടയം CMS കോളേജിൽ സംഘർഷാവസ്ഥ. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം. കോളേജിൽ പോലീസ് ലാത്തിവീശി. ക്യാമ്പസിനുള്ളിലേക്ക് കല്ലെറിഞ്ഞ് KSU പ്രവർത്തകർ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനം പിന്നീട്. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, എന്താണ് നിലവിലെ സാഹചര്യം? കോട്ടയം CMS കോളേജിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥ എന്ന വാർത്ത പുറത്തുവരുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷം. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, സംഘർഷം നിയന്ത്രിക്കാനായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ ഈ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പോലീസും കോളേജ് അധികൃതരും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ സംഘർഷ സാധ്യത ഇപ്പോഴും ഉണ്ട്. കോളേജിന്റെ പരിസരത്ത് SFI KSU പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ആയിരിക്കും ഈ ഫലം പ്രഖ്യാപിക്കുക. അതുകൊണ്ട് തന്നെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈകിട്ട് 4 മണി മുതൽ പ്രദേശത്ത് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതായത് നിലവിൽ ക്ലാസ് റെപ്രസെന്റേറ്റീവ് അവരുടെ എണ്ണം നോക്കിയാൽ KSUവിനാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു SFIയുടെ ആരോപണം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായി. പലതവണ പോലീസ് ലാത്തി വീശുകയും പ്രവർത്തകരെ പിരിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു. പോലീസുമായി പലതവണ ഉന്തും തള്ളുമുണ്ടായി. പിന്നീടാണ് KSU പ്രവർത്തകർ ഇവിടേക്ക് പ്രകടനവുമായി എത്തിയത്. അവർ ക്യാമ്പസിന് പുറത്ത്, ഗേറ്റിന് പുറത്ത് പ്രതിഷേധവുമായി എത്തി. അവർ പിന്നീട് ക്യാമ്പസിനുള്ളിലേക്ക് കല്ലെറിയുന്ന വിവരങ്ങൾ പങ്കുവച്ചത്.